വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തട്ടിപ്പ് കേസിലെ പ്രതി കോൺഗ്രസ് നേതാവ് സുധീർ കുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച്. റിമാൻഡിൽ കഴിയുന്ന സുധീർ കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകി. അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. മുൻ DCC സെക്രട്ടറി കൂടിയായ സുധീർ കുമാർ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ നാളെ വാദം കേൾക്കാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് നീക്കം. സുധീർ കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ വ്യാപ്തിയും മറ്റ് പ്രതികളുടെ കൂടുതൽ വിവരങ്ങളും ലഭിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. ഒളിവിൽ കഴിയുകയായിരുന്ന സുധീർ കുമാറിനെ കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. അതേസമയം ഒളിവിൽ പോയ പ്രതി റിനീഷിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. റിനീഷിനായി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കേസിലെ രണ്ടാം പ്രതി സൊസൈറ്റി സെക്രട്ടറി പ്രീന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രീനയുടെ നീക്കം. സൊസൈറ്റി കേന്ദ്രീകരിച്ച് 2.61 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവള്ളൂർ സ്വദേശിയായ ഇബ്രാഹിം ഹാജി എന്ന നിക്ഷേപകൻ സൊസൈറ്റി മുൻ പ്രസിഡന്റിന്റെ വീടിന് മുന്നിൽ തീ കൊളുത്തി സ്വയം ജീവനൊടുക്കിയതോടെയാണ് തട്ടിപ്പ് വിവരങ്ങൾ പുറത്തറിഞ്ഞത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.